കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു. ചർച്ചാ വിഷയം എന്നതിലുപരി ഒരു വലിയ സസ്പെൻസ് ആയിരുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നുള്ളത്. ആ സസ്പെൻസിന് ഇന്നലെ അർദ്ധരാത്രിയോടെ അറുതിയായിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആക്രമണം എവിടെ അവസാനിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്നുള്ളത് ലോകം വലിയ ആകാംക്ഷയോടെ കൂടി നോക്കി നിൽക്കുന്നൊരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്രയും ആകാംക്ഷയോടുകൂടി ലോകം നോക്കി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് മിഡിൽ ഈസ്റ്റിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു ഡിസൈസീവ് ലാൻഡാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് ഉണ്ടാകുന്ന ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംഘർഷവും ലോക സമ്പദ്ഘടനയെ അതിവേഗത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങേയറ്റം ആകാംക്ഷയോടുകൂടിയാണ് പശ്ചിമേഷ്യയിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ഡെവലപ്മെൻറ്റിനെയും നോക്കിക്കാണുന്നത്. അപ്പോൾ ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം അവർ പ്രഖ്യാപിച്ചതാണ്, ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത്. അവരതിന് പറയുന്ന കാരണം കഴിഞ്ഞ ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിക്കുകയും 7 പേരെ കൊല്ലുകയും ചെയ്തിരുന്നു. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖുദ്സ് ഫോഴ്സിൻ്റെ സീനിയർ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് റസ സഹേദി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അതിനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സിറിയയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ അവരുടെ മറ്റൊരു കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. ജനുവരി 3 ഈ ഇറാനിലെ ഖമ്രാൻ നഗരത്തിൽ ഖാസിം സുലൈമാനിയുടെ ഈ രക്തസാക്ഷി വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് സമീപമുണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ 100 ചില്ലാനം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഇസ്രായേലിൻ്റെ പങ്ക് ഇറാൻ ആരോപിച്ചിരുന്നു. ആ നിലക്ക് നോക്കുമ്പോൾ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ള ന്യായങ്ങൾ നിശ്ചയമായും ധാരാളമുണ്ട്. UN ചാർട്ടർ 51 പ്രകാരം ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഞങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട് എന്നാണ് ഇറാൻ്റെ UN പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ ആ ആക്രമണം ഇന്നലെ ഉണ്ടായി, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലും ഇറാനും ഒരേപോലെ ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു മിഡ് നൈറ്റ് ഫയർ വർക്ക്, ഒരു നട്ടപ്പാതിര വെടിക്കെട്ട് എന്നുള്ളത് പോലെയാണ് നമുക്ക് തോന്നുക. ആ നിലക്ക് കുറേ അധികം മിസൈലുകൾ, ഡ്രോണുകൾ അത് ഇസ്രായേലിൻ്റെ ആകാശപരിധിയിലേക്ക് വരുന്നു. ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം, അവർക്ക് അയൺ ഡോം, ആരോ എന്നീ പേരുകളുള്ള 2 പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതുപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ അവയെ തടയുകയും തകർക്കുകയും അങ്ങനെ തകർക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഇനി ഞങ്ങൾ ആക്രമിക്കുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഏതെങ്കിലും ഇസ്രായേലിലെ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിൽ ചെയ്തതുപോലെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളതല്ല. ഇസ്രായേലിൻ്റെ മിലിറ്ററി ടാർഗറ്റുകളാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അതുതന്നെ പ്രധാനമായും സിറിയയിലെ ഞങ്ങളുടെ എംബസി ആക്രമിക്കുവാൻ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ്, അവയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നു. അതിനാൽ ഞങ്ങൾ ഈ ഓപ്പറേഷൻ നിർത്തിയിരിക്കുന്നു എന്നാണ് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയം ഇറാൻ്റെ ആക്രമണങ്ങളൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവരയച്ച 300 ചില്ലാൻ ഡ്രോണുകൾ, ഡസൻ കണക്കിന് മിസൈലുകൾ, അവ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആകാശത്ത് വെച്ച് തകർത്തിട്ടുണ്ട്. ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 99% മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാൻ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ നേടിയിട്ടുണ്ട്. പ്രധാനമായും നെഗേവ് മരുഭൂമിയുള്ള റമോൺ എയർബേസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർബേസാണ്. ആ എയർബേസ് ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ അത് ഒരു മാധ്യമത്തിനും സ്വതന്ത്രമായി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇസ്രായേലിൻ്റെ മിലിറ്ററി ഫെസിലിറ്റീസാണ്, പുറത്തുള്ള ആളുകൾക്ക് ആക്സസ് ഉള്ള സ്ഥലമല്ല. എന്തു തന്നെയാലും എന്തെങ്കിലും മരണം, ആ നിലക്കുള്ള കാഷ്വാലിറ്റീസ് ഇസ്രായേലിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരിച്ചടിക്കും എന്ന അവരുടെ വാക്ക് അത് പാലിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. സ്വന്തം ഇറാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിച്ചു എന്നുള്ളൊരു അഭിമാനത്തോടുകൂടി നിൽക്കുവാൻ അവർക്ക് സാധിക്കും.
തങ്ങളുടെ എംബസി ആക്രമിക്കുക വഴി ഉണ്ടായിട്ടുള്ള അപമാനം അത് ഒഴിവാക്കി എന്നൊരു ഗുണം കൂടെ ഇറാനുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും ഒരാൾ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായി നിലകൊള്ളുവാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടല്ലോ എന്നുള്ളത്, ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു മുസ്ലിം ലോകത്ത് വലിയ പിന്തുണ നേടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പിന്തുണ നിശ്ചയമായും അറബ് ലോകത്ത് ഇറാന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ രാഷ്ട്രീയമായി വളരെയധികം ഗുണം ചെയ്യുന്ന, അവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് പോകുന്ന കാര്യമാണ്. ഇനി ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമോ തുടരുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉള്ളത്. അതാണ് ലോകം ആകാംക്ഷയോട് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറാൻ നടത്തിയുള്ള ആക്രമണത്തോട് ഇസ്രായേൽ പ്രതികരിക്കുകയാണ്. ഇറാന് തിരിച്ചടി നൽകുവാൻ, ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രായേൽ മുതിരുകയാണ് എങ്കിൽ അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ടാവില്ല എന്ന് ബൈഡൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണം ഉണ്ടായ ശേഷം ബൈഡനും നെതന്യാഹുവും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ ഇസ്രായേലിനെ ഞങ്ങൾ സഹായിക്കാം, ഇറാൻ്റെ ആക്രമണത്തെ ഡിഫൻഡ് ചെയ്യുവാൻ ഞങ്ങൾ സഹായിക്കാം എന്ന വാഗ്ദാനം നേരത്തെ തന്നെ ബൈഡൻ നൽകിയതാണ്. അദ്ദേഹം പരസ്യമായിട്ട് തന്നെ നൽകിയതാണ്. പക്ഷേ അതേസമയം ഇറാനെ ആക്രമിക്കുവാൻ, അങ്ങോട്ട് കയറി ആക്രമിക്കുവാനുള്ള സഹായം ഞങ്ങൾ തരില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണത്തിൽ ഞങ്ങൾ പങ്കാളിയാവില്ല എന്ന് ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഫെസിലിറ്റീസും ഞങ്ങളുടെ എയർ സ്പേസും ഞങ്ങൾ വിട്ടുതരില്ല എന്ന് ഖത്തറും കുവൈത്തും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക അത്ര എളുപ്പം ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് ഖത്തറിലെ സെൻകോമാണ്. ഏറ്റവും സെൻട്രൽ കമാൻഡ് ഖത്തറിലെ അൽ ഉദൈദ് ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട്. അതേപോലെ അവരുടെ നാവൽ ഫോഴ്സിൻ്റെ 5th ഫ്ലീറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നാവിക സൈനിക കേന്ദ്രം നിൽക്കുന്നത് ബഹ്റൈനിലാണ്. ആ കേന്ദ്രം ഉപയോഗിച്ച് അവർ ഈ യുദ്ധത്തിൽ പങ്കാളികളാവുകയാണെങ്കിൽ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ റിസ്കി എലമെൻറ്റ്സ് ഉണ്ട്. കാരണം ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. ഇറാൻ ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ ഇറാനെതിരായിട്ടൊരു യുദ്ധത്തിൽ പങ്കാളികളാകുമ്പോൾ ബഹ്റൈനിൽ അത് ആഭ്യന്തരമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഈ 5th ഫ്ലീറ്റ് ഉപയോഗിക്കാൻ അമേരിക്ക സന്നദ്ധമാകുമോ എന്ന ചോദ്യമുണ്ട്. അതേപോലെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയാകട്ടെ ഇസ്രായേലാവട്ടെ ഞങ്ങളെ ആക്രമിക്കുവാൻ തുനിയുകയാണെങ്കിൽ ആ ആക്രമണത്തിന് ഏതേത് രാജ്യങ്ങളാണോ അവരുടെ എയർ സ്പേസ് വിട്ടുകൊടുക്കുന്നത് ആ രാജ്യങ്ങളെയും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ കരമാർഗമുള്ള ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ല ലാൻഡ് ബൗണ്ടറി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1700-1800 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ജോർഡൻ ഇറാഖ് എന്നീ രണ്ട് രാജ്യങ്ങൾ. ഒന്നുകിൽ ജോർഡൻ ഇറാഖ് കടന്നിട്ട് വേണം ഇറാനിലെത്താൻ, അല്ലെങ്കിൽ ലെബനോൻ സിറിയ ഇറാഖ് ആ റൂട്ട് വഴി വേണം ഇസ്രായേലിന് ഇറാനിലെത്താൻ. ഏത് റൂട്ടിലാണെങ്കിലും 2-3 രാജ്യങ്ങളുടെ എയർ സ്പേസ് മുറിച്ച് കടന്നിട്ട് ഇസ്രായേലിന് ഇറാനെ ലക്ഷ്യം വെക്കാൻ പറ്റുകയുള്ളൂ, ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇനി അഥവാ ഇപ്പോൾ ജോർഡൻ ഈ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇറാൻ്റെ നിരവധി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുന്നതിൽ, എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് വീഴ്ത്തുന്നതിൽ ജോർദാൻ പങ്കാളിയായിട്ടുണ്ട് എന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ്, ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. പക്ഷേ അതേസമയം ഇറാനുമായി ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് പോകുന്നത് ജോർദാനും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാമാന്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ഈ യുദ്ധം അധികം കൈവിട്ടു പോകാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. പക്ഷേ അതേസമയം അല്പം മുമ്പ് ഇസ്രായേലിൻ്റെ വിദേശകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക വക്താവിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇറാൻ സ്റ്റാർട്ടഡ് ദിസ് വാർ ആൻഡ് വി വിൽ എൻഡ് ദിസ് വാർ അക്കോർഡിംഗ് ടു അവർ അസസ്മെൻറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയത് ഇറാനാണ്, പക്ഷേ അവസാനിപ്പിക്കാൻ ഞങ്ങളായിരിക്കും. പക്ഷേ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്
ഞങ്ങളുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ചായിരിക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ തോന്നുന്നത് വലിയൊരു എസ്കലേഷനിലേക്ക്, ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് നിലവിലെ സാഹചര്യം വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ അതേസമയം മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് എങ്ങനെയും പെരുമാറുന്ന, എങ്ങനെയും പെരുമാറിയിട്ടുള്ള ഒരു രാജ്യമാണ്. പല സന്ദർഭങ്ങളിൽ അവർ വിദേശ രാജ്യങ്ങളിൽ പോയി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, സിറിയയിൽ പലതവണ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയിൽ നടത്തിയ ആക്രമണമാണ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമായത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് നിശ്ചയമായും അതിഗുരുതരമായൊരു സാഹചര്യമായിരിക്കും. അതിഗുരുതരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അത് എസ്കലേറ്റ് ചെയ്യുക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധം ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകും. ലോക സമ്പദ്ഘടനയെ അത് വലിയ രീതിയിൽ ഉലയ്ക്കും. ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള ഒരു മിലിറ്ററി കമ്പാരിസണൊക്കെ നടത്തി ആ നിലക്ക് അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമായിട്ട് അത് എവിടെയും നിൽക്കില്ല. അമേരിക്ക ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറാന് പിന്തുണ നൽകുമെന്ന് റഷ്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇറാൻ എന്ന് പറയുന്നത് 1979 മുതൽ അമേരിക്കയുടെ ഉപരോധത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ആ ഉപരോധം ഉണ്ടായിട്ടും സ്വന്തമായി ആയുധശേഷി, വലിയ തോതിൽ ആയുധശേഷി വികസിപ്പിച്ചിട്ടുള്ള രാജ്യമാണ്. 10 വർഷത്തോളം ഇറാഖുമായി, അമേരിക്കയുടെ പിന്തുണയിൽ ഇറാഖ് ഉണ്ടായിരുന്ന കാലത്ത് 10 വർഷത്തോളം ഇറാഖുമായി ദീർഘകാലത്തൊരു യുദ്ധം ചെയ്ത പാരമ്പര്യവും അനുഭവ സമ്പത്തും അവർക്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ ഈ അമേരിക്കൻ വിരുദ്ധ ചേരിയായിട്ടുള്ള റഷ്യ, ചൈന, ആ ഒരു ആക്സിസ്, അതുമായി ചേർന്ന് നിൽക്കുന്ന റഷ്യയുമായി വളരെ വളരെ അടുത്ത സൗഹൃദവും സൈനിക ബന്ധങ്ങളുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇറാൻ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ നടത്തുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു വെടിവെപ്പ് ഉത്സവമായി അങ്ങനെ ഒരു യുദ്ധം ഒരിക്കലും ചുരുങ്ങി നിൽക്കില്ല. അത് കൂടുതൽ വിശാലമായ രംഗങ്ങളിലേക്ക് പോകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ സൈനിക ശക്തിയാണ്. പിന്നെ വലിയ ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രാജ്യമാണ്. പക്ഷേ അതേസമയം ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ വ്യോമസേന, ഈ എയർ പവർ എന്ന് പറയുന്നത് ഇറാനേക്കാൾ വളരെ ശക്തമാണ്. നേവിയുടെയും ആർമിയുടെയും കാര്യത്തിൽ ഇറാൻ മുമ്പിൽ നിൽക്കുമ്പോൾ എയർ പവറിൻ്റെ കാര്യത്തിൽ ഇസ്രായേലാണ് എത്രയോ അധികം മുമ്പിൽ നിൽക്കുന്നത്. കൂടാതെ ഇസ്രായേൽ ഒരു ആണവശക്തിയാണെന്നാണ് പൊതുവെ ധരിക്കപ്പെടുന്നത്. പക്ഷേ അതേസമയം ഇറാനുള്ളൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ അതിർത്തി രാജ്യങ്ങളായിട്ടുള്ള സിറിയയിലും ലെബനനിലും ഇറാനെ അനുകൂലിക്കുന്ന മിലീഷ്യകൾ, ഹിസ്ബുള്ള പോലെയുള്ള സംഘങ്ങൾ അതവിടെയുണ്ട്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇസ്രായേലുമായി ദീർഘകാലം യുദ്ധം ചെയ്ത് പരിചയമുള്ള ഒരു സംഘടനയാണ്. 2000 ഇസ്രായേലിനെ തെക്കൻ ലെബനാനിൽ നിന്ന് ഓടിച്ച, ഒരുപക്ഷെ ഇസ്രായേൽ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ഡിഫീറ്റ് എന്ന് പറയുന്നത് 2000 തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറിയതാണ്. അത് ഹിസ്ബുള്ളയോടാണ് അന്ന് ഇസ്രായേൽ തോറ്റത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ നിലയ്ക്ക് ഒരു നിസ്സാരമായ കളിയാവില്ല, ചില്ലറ കളിയാവില്ല. ഈ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക എണ്ണ മാത്രമല്ല, എണ്ണയും ഗ്യാസും ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടൽ വ്യാപാര മേഖലയാണ്. ഏഷ്യയെയും ആഫ്രിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന നാവിക പാതകൾ, കടൽ പാതകൾ ഈ പ്രദേശത്താണുള്ളത്. ലോകതലത്തിൽ തന്നെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ആ ഒരു സീരിയസ്നെസ് പല കാര്യങ്ങളിലും ഇസ്രായേൽ കാണിക്കാറില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി മാത്രമാണ് ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർച്ചയിൽ എത്താതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്നലത്തെ ഇറാൻ്റെ ആക്രമണത്തോടു കൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.